ഒരു സ്ത്രീ ഒരു പുരുഷനിൽ നിന്ന് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയി എന്നുള്ളത് ഒരാണ് മനസ്സിലാക്കുന്നത് കുറച്ച് വൈകിട്ടായിരിക്കും. പക്ഷേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, തുടക്കം തൊട്ടിട്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു സ്ത്രീയും ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി അങ്ങോട്ട് പോയേക്കാൻ എന്ന് കരുതിയിട്ടില്ല. സ്ലോവിലിയാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. പതുക്കെയാണ് അവനിൽ നിന്ന് അവൾ അകന്നില്ലാണ്ടായിട്ട് അല്ലെങ്കിൽ ദൂരേക്ക് മാറിപ്പോകുന്നത്. ആ ഒരു ഇമോഷണൽ കണക്ഷൻ അവിടെ ലോസ് ആവുന്നത്, നഷ്ടപ്പെടുന്നത്. അത് മനസ്സിലാക്കാൻ പറ്റണം ആണുങ്ങൾക്ക്. അതിനുള്ള ഒരു 8 ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിപ്പോൾ ഭാര്യയുടെ അടുത്താണെങ്കിലും ശരി, കാമുകയുടെ അടുത്താണെങ്കിലും ശരി, ഏകദേശമൊക്കെ സെയിം തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അത്ര സാഹചര്യങ്ങളിൽ അവരൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ ചോദിക്കുകയാണെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അവർ നമ്മളിൽ നിന്ന് ഡിറ്റാച്ച്ഡായി കഴിഞ്ഞു, നമ്മളിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞു. ഇത് ഇമോഷണലിയാണ് നടക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ ആണുങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയണത്, അവൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയി കഴിഞ്ഞെങ്കിൽ അവളുടെ യഥാർത്ഥ ഫീലിങ്സ് നമ്മളെ അടുത്ത് പറയുന്നത് അവസാനിപ്പിച്ചിരിക്കും. എന്ന് പറഞ്ഞപ്പോൾ മുമ്പൊക്കെ നമ്മളെ അടുത്ത് ആർഗ്യുമെൻറ്റ്സിന് വരുമായിരുന്നു. അവളുടെ ഭാഗം പറഞ്ഞ് സമർത്ഥിക്കാനായിട്ട് അവൾ വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അടുത്ത് ആർഗ്യുമെൻറ്റ്സിന് വരുമായിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ ആ പരിപാടി ഇല്ല. പണ്ട് കംപ്ലയിൻസുകൾ പറയുമായിരുന്നു നമ്മളെക്കുറിച്ച്, ആണുങ്ങളെക്കുറിച്ച് കംപ്ലയിൻസ് പറയുമായിരുന്നു. നീ അങ്ങനെയല്ല, നീ ഇങ്ങനെയാണ്, നീ അങ്ങനെയല്ല, എങ്ങനെയാണ്, ഒരുപാട് കംപ്ലയിൻസ് പറയുമായിരുന്നു. ഇപ്പോൾ ആ കംപ്ലയിൻസ് ഒന്നും കാണാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് അവളിപ്പോൾ അതൊക്കെ വിട്ട് കളഞ്ഞ്, നിങ്ങൾ മനസ്സിലാക്കിയാലും കുഴപ്പമില്ല, മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ മനസ്സിലായല്ലോ, മൊത്തത്തിൽ നിങ്ങളെ ഇഗ്നോർ ചെയ്ത് പോകുന്നൊരവസ്ഥയിലേക്ക് മാറുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ എന്താ അവസ്ഥ? ഇറ്റ്സ് ഓക്കെ, ശരി, ഓക്കേടാ വിട്, ഈ പറയുന്നൊരവസ്ഥ. ഒന്നിനും ഒരു താല്പര്യമില്ല. നീ അങ്ങനെയല്ലേ ചെയ്തേ, എന്നോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ലേ? ആണെങ്കിൽ അങ്ങനെ. നീ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ വിളിക്കുമായിരുന്നില്ലേ എന്നവൻ പറഞ്ഞാൽ, എനിക്കപ്പോൾ വിളിക്കാൻ തോന്നിയില്ല, അല്ലെങ്കിൽ ഞാൻ തിരക്കിലായിരുന്നു. വളരെ വാല്യൂ കുറച്ച് നിങ്ങളെ കാണുന്നത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പകുതി സമയവും സൈലൻസ് ആയിരിക്കും. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ചിലപ്പോൾ ഉത്തരം പോലും കിട്ടണമെന്നില്ല. അതിനെ നെഗ്ലക്റ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ് അവരുടെ ഒരു ഉദ്ദേശം. കാരണം എന്താ, നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഒക്കെ നഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി അങ്ങനെ നിലനിർത്തണം എന്നുള്ള അതൊക്കെ വിട്ടു. ഇനി ഈ ബന്ധം അങ്ങോട്ട് ബ്രേക്കപ്പ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും അവിടെ ഇമോഷണൽ കണക്ഷൻ ഇല്ല. എപ്പോഴാണ് ഇങ്ങനെ ആവുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആണുങ്ങൾ പലപ്പോഴും ഈ സ്ത്രീകൾ പറയുന്ന പല കാര്യങ്ങളും കേട്ടില്ല എന്ന് നടിച്ച് അവളെ കേൾക്കാൻ ആരുമില്ല എന്ന് പറയുന്നൊരു മൊമെൻറ്റ് അവൾ സ്വയം തിരിച്ചറിഞ്ഞ് തുടങ്ങുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് തൊട്ട് അവൾ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരിക്കും. എന്നെ അവൻ കേൾക്കുന്നില്ല, എന്നെ അവൻ മനസ്സിലാക്കുന്നില്ല, ഞാനെന്നൊരു വ്യക്തിയെ അവനെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതായത് അൺഹിയർഡായിട്ട് മാറുന്ന സമയത്ത്, കേൾക്കാൻ ആളില്ലാതിരിക്കുന്ന സമയത്ത്, അവളുടെ ഫീലിങ്സ്, ഇമോഷൻസ്, അവളുടെ കൺസേൺസ് ഒന്നും കേൾക്കാനോ മനസ്സിലാക്കാനോ കെയർ ചെയ്യാനോ ആളില്ലാതെ വരുന്ന സമയത്ത്, അവനവൻ്റേതായിട്ടുള്ള തിരക്കുകൾ കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടായിരിക്കാം, അതെന്തോ ആയിക്കോട്ടെ, റീസണല്ല ഞാൻ പറയുന്നത്, ഇവളുടെ കാരണമാണ് പറയുന്നത്. അവൾക്ക് അവനെ ലഭിക്കുന്നില്ല, വേണ്ട പോലെ സമയം അവനിൽ നിന്ന് കിട്ടുന്നില്ല, അവൻ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, അവളെ കൺസിഡർ ചെയ്യുന്നില്ല. അതാണ് കാരണം. നിങ്ങളെ അത്രയും ഇമോഷണലി കെയർ ചെയ്യുന്ന ഒരു പെണ്ണാണെങ്കിൽ മാത്രമേ നിങ്ങളെടുത്ത് ആർഗ്യുമെൻറ്റ്സിനും കംപ്ലയിൻസിനും പ്രശ്നങ്ങൾക്കൊക്കെ വരുള്ളൂ. നിങ്ങളെ വിട്ട് കളഞ്ഞ ഒരാൾക്കാർ പിന്നെ ഇതിനൊന്നും തിരിച്ചു വരത്തില്ല. അവരവരുടെ പാട്ടിന് പോയിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തെ കാര്യം, ആണുങ്ങളുടെ ആ ഒരു അറ്റൻഷൻ, കെയറിങ് എന്നൊക്കെ പറയണത്, അവളെ പിന്നെ അവളെ ടച്ച് ചെയ്യുന്ന പോലുമില്ല, അവളതൊന്നും ബോദർ ചെയ്യുന്ന പോലുമില്ല, കൺസിഡർ ചെയ്യുന്ന പോലുമില്ല. അവൾക്കതൊന്നൊരു വിഷയമേ അല്ല. നിങ്ങളുടെ കെയറിങ്ങോ നിങ്ങളുടെ സപ്പോർട്ടൊന്നും ഇനി കൺസിഡർ ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു ടൈം കഴിഞ്ഞു, ഡിറ്റാച്ച്ഡ് ആയി കഴിഞ്ഞു. റീസൺ എന്തോ ആയിക്കോട്ടെ, ഇപ്പം നിങ്ങളുമായിട്ട് ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഇല്ല. പിന്നെ നിങ്ങൾ കെയർ ചെയ്താൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, വിളിച്ചാൽ എന്താ, വിളിച്ചില്ലെങ്കിൽ എന്താ, മെസ്സേജ് അയച്ചാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, നിങ്ങൾ പൈസ കൊടുത്താൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നോ അതിനൊന്നും ഒരു വിലയില്ല, നിങ്ങൾക്കേ വിലയില്ല. നിങ്ങൾ മെസ്സേജ് അയച്ചാലും ഇല്ലെങ്കിലും നോ ഇഷ്യൂ, നോ പ്രോബ്ലം. അവിടെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് അയച്ചു, നിങ്ങളിപ്പോൾ തിരിച്ച് മെസ്സേജ് അയച്ചത് വൈകുന്നേരം, അവർക്കതൊരു വിഷയമല്ല. എന്നിട്ട് പണ്ടായിരുന്നെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അതൊരു വിഷയമല്ല. നിങ്ങളുടെ ഫോണിലൊരു മെസ്സേജ് വന്നു, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വന്നു, ആ കോളിന് നിങ്ങൾ റിപ്ലൈ ചെയ്തില്ല, അല്ലെങ്കിൽ 2 വട്ടം വിളിച്ചതിന് ശേഷം റിപ്ലൈ ചെയ്തു, അവൾക്കതൊരു പ്രശ്നമല്ല. അവളതിനെക്കുറിച്ചൊരു കംപ്ലൈൻറ്റും പറയാൻ വരില്ല, ഒന്നുമില്ല. അവിടെ അതൊക്കെ വിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു.
നിങ്ങളുടെ ഒരു വാലിഡേഷൻ അത് അവൾക്ക് ഇനി ആവശ്യമില്ല. നിങ്ങൾ നല്ല കുട്ടിയാണെന്ന് പറയണമെന്നോ അല്ലെങ്കിൽ നീ നല്ല രീതിയിൽ പെരുമാറുന്നു എന്ന് പറയണോ, അതിൻ്റെ ഒന്നും ആവശ്യം ഇനി അവൾക്കില്ല. നിങ്ങളുടെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട കാര്യം ഇനി അവൾക്കില്ല. ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇമോഷണൽ റെസ്പോൺസൊക്കെ വളരെ ഫ്ലാറ്ററായി, എന്താ പറയുക, അതിനൊരു ഗ്രാഫില്ല. ഇമോഷണൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വാംത്ത്, ആ ഒരു ചൂട് നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നുമില്ല, തണുത്ത് പോയിരിക്കുക. ഇമോഷണൽ റെസ്പോൺസേ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു ഫ്ലാറ്റ് ആയിട്ടായിരിക്കും. ആ ഗ്രാഫിന് പ്രത്യേകിച്ച് ഒരു വാല്യൂ ഇല്ല, സീറോയിൽ ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയായിരിക്കും നമുക്ക് തോന്നുക. എന്താ ഇവളിങ്ങനെ, ഇവൾക്ക് എന്താ മനുഷ്യനല്ലേ, ഇവൾക്ക് എന്താ ചിന്തിക്കാൻ കഴിയില്ലേ, സ്നേഹിക്കാൻ കഴിയില്ലേ, ഒരു മനസ്സില്ലേ, അത് മനസ്സ് കല്ലായോ, ഈ വേറെ വല്ലവരുണ്ടോ മനസ്സിൽ എന്നൊക്കെ ഒരു പുരുഷന് തോന്നത്തക്ക രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും അവളിൽ നിന്ന് പിന്നീട് കാണാൻ പറ്റുന്നത്. അപ്പോഴെങ്കിലും ആണുങ്ങൾ പൊട്ടന്മാരൊന്ന് മനസ്സിലാക്കുക. അതായത് അവൾ അവനിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ അവൻ തന്നെ ആയിരിക്കും അതിന് കാരണം. ഒരു പക്ഷേ കേട്ടോ, ഒരു പക്ഷേ അവൻ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു വിനയായിരിക്കാം. അവളെ ശ്രദ്ധിക്കാൻ അവന് സമയം കിട്ടാതെ എന്തോ ആകട്ടെ, ഞാൻ പറയുന്നില്ല. കാരണം ഇനി അപ്പുറത്ത് കിടക്കുന്നുണ്ട് ആയിരക്കണക്കിന്. ഓരോരുത്തരുടെയും സിറ്റുവേഷൻ ഇതെല്ലാം ഡിഫറെൻ്റാണ്. അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് കയറുന്നില്ല. ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വീക്കാവുന്ന സമയത്ത് ഇമോഷണൽ ഡിപ്പെൻഡൻസിയും അപ്രത്യക്ഷമാവുന്നത് കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ. പണ്ടൊക്കെ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് അവളായിരുന്നെങ്കിൽ ഇപ്പോൾ അത് അങ്ങനെയല്ല എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. പണ്ട് കൂടുതൽ ഇൻപുട്ടുകൾ ഇടുന്നത് അവളായിരുന്നു ആ ബന്ധത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. ഇപ്പോൾ അവൾക്ക് ഈ ബന്ധം അത് വിഷയമേ അല്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് അവൾ എത്തിയിട്ടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് വരുമായിരുന്നു, സംസാരിക്കണം അതിന് വേണ്ടിയിട്ട്. അതിപ്പോൾ മെസ്സേജ് ആയിക്കോട്ടെ, വോയിസ് കോൾ ആയിക്കോട്ടെ, വീഡിയോ കോൾ ആയിക്കോട്ടെ, വാട്ടെവർ, അതിന് വരുമായിരുന്നു. ഇപ്പോൾ അതുമില്ല. അങ്ങനെ ഈ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടുന്ന ഒരു ഇൻപുട്ട് ഇനി പ്രതീക്ഷിക്കേണ്ട. ഇമോഷണൽ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നേരത്തെ വരുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു ഇമോഷണൽ ക്ലാരിറ്റി അവൾക്ക് വേണ്ട. നിങ്ങൾ എന്ത് തേങ്ങ ചിന്തിച്ചാലും ഡസൻ ബോദർ, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒരു റീ അഷ്വറൻസ് അതിൻ്റെ ആവശ്യം ഇനി അവൾക്കില്ല. അതായത് നിന്നെ ഞാൻ ഒരിക്കലും വിട്ടിട്ട് പോകില്ലടി എന്ന് പറയുന്നൊരു അഷ്വറൻസ് ആയിരിക്കാം. അതൊന്നും ഇനിയിപ്പോൾ മാറ്ററേ അല്ല, അതിൻ്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല അവൾക്ക്. അവൾ ആ പോയിന്റിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. ഈ ബന്ധം നിലനിർത്താൻ എന്തെങ്കിലും സൊല്യൂഷൻ വേണോ, അതും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആവശ്യമില്ല. കാരണം ഈ ബന്ധം തന്നെ അവൾക്ക് വേണമെന്നില്ല, പിന്നെ എന്തിനപ്പോൾ സൊല്യൂഷൻ? അപ്പോൾ നമുക്കൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചാൽ വേണ്ട, താല്പര്യമില്ലേ, ഈ പറയുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ടാവും. ഇപ്പം എന്താ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇതുപോലെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സിന് ചാൻസ് ഉള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോക്കുകൾ, കമ്മ്യൂണിക്കേഷൻസ് അവൾ മാക്സിമം അവോയ്ഡ് ചെയ്യും. എനിക്കിപ്പോൾ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല, നീ ഏതായാലും ചൊറിഞ്ഞ് വന്ന് അല്ലെങ്കിൽ പതുക്കെ തുടങ്ങിയിട്ട് അവസാനം വഴക്കിലെത്തിക്കും, അവസാനം മനസ്സമാധാനം കെടുതും, അവസാനം സ്വസ്ഥത ഇല്ലാതെ ഞാൻ ഫോൺ കട്ട് ചെയ്ത് പോകേണ്ടി വരും, ഞാൻ എന്തെങ്കിലും വായി തോന്നിയതൊക്കെ നിന്നെ പറയേണ്ടി വരും. എന്തിനാ അത്, നീ നിൻ്റെ പണി നോക്കിപ്പോ എന്ന് അവൻ്റെ അടുത്ത് പറയേണ്ട അവസ്ഥയിലേക്ക് അവളെത്തും. അവൾക്ക് ഇനിയിപ്പോൾ ഡിഫിക്കൽട്ട് ടോക്കിന് താല്പര്യമില്ല, അവൾക്ക് കുറച്ച് പീസ് ഓഫ് മൈൻഡാണ് ഇപ്പോൾ വേണ്ടത്. അപ്പോൾ നിങ്ങളിൽ നിന്നൊക്കെ വിട്ടുപോയി, നിങ്ങളടുത്ത് സംസാരിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാട് കയറി വായ തോന്നിയത് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കാട് കയറി അത് മൊത്തത്തിൽ ചളുകുളമാകും. അന്നത്തെ സമാധാനം മൊത്തം പോയി കിട്ടുന്നുള്ളത് അവൾക്ക് മനസ്സിലാവാൻ തുടങ്ങിയതിന് ശേഷം താല്പര്യമില്ല അങ്ങനെ സംസാരിക്കാൻ. എപ്പോഴും പറയുന്നത് എനിക്കിപ്പോൾ ഭയങ്കര ടയർഡാണ്, ഞാൻ ഇപ്പോൾ ഇമോഷണലി വളരെ വീക്കാണ്, എനിക്കിപ്പോൾ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ വയ്യ, എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം, എനിക്കൊന്ന് ഉറങ്ങണം, എനിക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനുണ്ട്. ഇമോഷണലി ആൾ ടയർഡാണെന്നുള്ളൊരു തോന്നൽ നമുക്ക് തരും. അതുകൊണ്ട് ഫ്രീ ആയിട്ട് വിട് എന്ന് പറയുന്നൊരു തോന്നൽ അവിടെ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. ലെറ്റ് ദ പ്രോബ്ലം കണ്ടിന്യൂ, അങ്ങനെ തന്നെ പോകട്ടെ, ആർക്കപ്പോൾ പ്രശ്നം എന്ന് പറയുന്ന പോലെ ഇരിക്കും. ആണുങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെങ്ങനെയൊന്ന് സോൾവ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടൊന്ന് അവളെ തിരിച്ചു കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ബുദ്ധിമുട്ടാണ്. മെജോറിറ്റി കേസിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല, അത് വിട്ടുപോയി. അല്ല, തെറ്റിദ്ധാരണയുടെ മുകളിൽ സംഭവിച്ചതാണെങ്കിൽ പിന്നെയും തിരിച്ചു കൊണ്ടുവരാമെന്നെങ്കിലും കരുതാം. ഇത് അതേ അല്ല കാര്യം. ഇവിടെ സംഭവം എന്ന് പറയുന്നത് ഇമോഷണലി വേറിട്ട് കഴിഞ്ഞു. ഒരു ബന്ധത്തിനകത്ത് നമുക്ക് ഇമോഷണലി ഒരു ബിലീവ്, ഒരു ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ആർഗ്യുമെൻറ്റ്സും ഫൈറ്റും കമ്മ്യൂണിക്കേഷനൊക്കെ നല്ല രീതിയിൽ നടക്കുള്ളൂ. രണ്ട് പേരിൽ ഒരാൾ അതിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും പിന്നെ ഇനി അവിടെ നടക്കാൻ പോകുന്നില്ല. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇമോഷണലി ഫിസിക്കലി നമ്മളവിടെ പ്രസൻ്റ് ആണെങ്കിൽ പോലും അവിടെ ഒരുപാട് ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. അതായത് കയ്യെത്തുന്ന ദൂരത്തിൽ ഇരിക്കുകയാണെങ്കിൽ പോലും മൈലുകളുടെ, കിലോമീറ്ററുകളുടെ ഒരു ഡിസ്റ്റൻസ് നമുക്ക് അവരുടെ ഇടയിൽ കാണാൻ പറ്റും. മുഖത്ത് നോക്കില്ല, കണ്ണിൽ നോക്കില്ല, എന്താ പറയുക, ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന പോലുള്ള ഒരു സംസാരം, കമ്മ്യൂണിക്കേഷനായിരിക്കും അവിടെ ഉണ്ടാവുക. ഒട്ടും സ്നേഹമില്ല, കണ്ണിൽ നോക്കി സംസാരിക്കില്ല, പ്രോപ്പറായിട്ട് സംസാരിക്കുകയില്ല,
ഒരു ബോണ്ടിങ് എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല, ഇൻറ്റിമസി എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. ഏതൊരു മധ്യത്തിലുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ പാർട്ട്ണറുടെ അടുത്തെത്തുമ്പോൾ, ഒരു തേങ്ങയില്ലാത്തൊരവസ്ഥ. പലപ്പോഴും നമ്മുടെ ശരീരം തന്നെ ഈ പറയുന്ന ഇമോഷണൽ ഡിസ്കണക്ഷൻ്റെ ലക്ഷണങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. വാക്കുകൾ ചിലപ്പോൾ വരുന്നില്ലെങ്കിലും ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും, ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും, ഒരു താല്പര്യമില്ലാത്ത പോലെ. അതായത് ഒരു ചായക്കടയിൽ ചെന്നിട്ട് 2 പേര് മേശയിലിരുന്ന് ചായ കുടിക്കുകയാണെന്ന് കൂട്ടിക്കോ. അവിടെ പറയുന്ന ഈ 2 പേരും തമ്മിൽ ഒരു ബന്ധമില്ല, പരിചയമില്ല, 2 അപരിചിതരാണെങ്കിൽ അവരെങ്ങനെയായിരിക്കും ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവരിരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരിക്കുക? അതുപോലെ ഇരിക്കുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഒരു പരിചയക്കാരാണെന്ന് പോലും പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാകത്തില്ല, അതുപോലെ ഇരിക്കുന്നുണ്ടായിരിക്കും. 5ാമത്തെ ഒരു കാര്യം എന്ന് പറയണത്, അല്ലെങ്കിൽ കാരണം എന്ന് പറയണത്, നിങ്ങളിലല്ലാതെ തന്നെ പുറത്ത് ഒരു ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അവൾ നടത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഫ്രണ്ട്സായിരിക്കാം, അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ, ചിലപ്പോൾ വേറെ ലവറായിരിക്കാം. അതായത് ഇനിയിപ്പോൾ നിങ്ങളൊരു പ്രശ്നമല്ല, നിങ്ങൾക്ക് പകരം പുതിയൊരാൾ വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് നാടൻ ഭാഷയിൽ പറയാം, അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ ആകണമെന്നില്ല, അങ്ങനെ ആകാനുള്ളൊരു ചാൻസ് കൂടുതലുണ്ട്. അവൾ പുറത്ത് ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം, അതായത് നമുക്കിപ്പോൾ സ്നേഹം ഇങ്ങനെ മുറിച്ച് കൊടുക്കാനൊക്കെ കൃത്യമായിട്ട് മുറിച്ച് കൊടുക്കാനൊന്നും കഴിയില്ലല്ലോ. ഒരു ഭാഗത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഭാഗത്ത് കുറഞ്ഞല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ 100%-ൽ 80% പുറത്താണ് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചാൽ ഇവിടെ 20 കിട്ടുള്ളൂ. അവിടെ ഇനി 90 ആകുമ്പോൾ ഇവിടെ 10, അവിടെ 100 ആകുമ്പോൾ ഇവിടെ 0, ഇതല്ലേ കിട്ടാൻ പോകുന്നത്. അപ്പോൾ പുറത്ത് എന്തോ കാര്യമായിട്ട് നടക്കുന്നുണ്ട്, എന്തോ അവിടെ പാചകം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കുറച്ച് കഴിയുമ്പോഴേക്കും ആ സാധനം ടേബിളിലെത്തും, അതോടുകൂടി നമ്മൾ ഔട്ടാവും. കറിവേപ്പില പോലെ നമ്മൾ പുറത്ത് കിടക്കേണ്ടി വരും. ചിലപ്പോൾ ഇമോഷണലി ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ചുറ്റലായിരിക്കാം, കറങ്ങലായിരിക്കാം, ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കാം. അതായിരിക്കാം ഒരു കാരണം. എപ്പോഴും ലവർ ആവണമെന്നില്ല. ചിലപ്പോൾ സോഷ്യൽ മീഡിയ ആയിരിക്കാം പ്രധാനപ്പെട്ട വില്ലൻ. സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും, ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും, അവിടെ വല്ല ഫ്രണ്ട്സ് വന്നിട്ട് അങ്ങനെ ആയിക്കഴിഞ്ഞാലും ഇതൊക്കെ സംഭവിക്കാം. വർക്കിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം, വർക്ക് പ്രഷറായിരിക്കും, അവിടെ കൂടുതൽ ഇമോഷൻസ് നമുക്ക് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. വർക്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം, കൂടുതൽ പൈസ ഉണ്ടാക്കണം, കമ്മീഷൻ ഉണ്ടാക്കണം, ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും നേരത്തെ പറഞ്ഞ മാതിരി ഒരു കാമുകൻ വരണം എന്നില്ല അതിൻ്റെ നടുക്കിലേക്ക്. പല കാരണങ്ങളുണ്ടല്ലോ. ചിലപ്പോൾ പുതിയ ഹോബീസ് എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതായത് തുടങ്ങിയ ഹോബി ഫ്യൂച്ചറിൽ ഒരു പണം ഉണ്ടാക്കാനുള്ള, പണം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം ഫ്യൂച്ചറിൽ. അപ്പോൾ അത് സീരിയസ് ആയിട്ട് എടുക്കണം തോന്നിയിട്ട് തുടങ്ങിയ വല്ല ഹോബീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതായിരിക്കാം കാരണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരായിരിക്കാം, ഇനി കേസ് ലവറും ആയിരിക്കാം, പുതിയൊരു ലവർ. ഇതിനൊക്കെ ചാൻസ് ഉണ്ട്. മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ് നമുക്ക് വാലിഡേഷൻ കിട്ടുന്ന, നമ്മളുടെ ഇമോഷണൽ ആ ഒരു അറ്റാച്ച്മെൻറ്റിന് വാല്യൂ ചെയ്യുന്ന ആളുകളിലേക്ക് നമ്മൾ തിരിയുക. ചുരുക്കി പറഞ്ഞാൽ, അതായത് പ്രകാശത്തിന് നേർക്ക് ചെടി വളരുന്നു എന്ന് പറയണ പോലെ, സൂര്യപ്രകാശത്തിന് നേർക്ക് ചെടി വളരുന്നത് കണ്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ചിന്തകൾ, ഇതിനൊക്കെ വാലിഡേറ്റ് ചെയ്യാൻ ഒരാൾ വരുമ്പോൾ അങ്ങോട്ട് ചായുന്നു, അത്രേ ഉള്ളൂ. അതായത് ഭർത്താവിന് നോക്കാൻ നേരമില്ലെങ്കിൽ, അല്ലെങ്കിൽ ലവറിന്, ആണിന് നോക്കാൻ നേരമില്ലെങ്കിൽ, നോക്കാൻ അപ്പുറത്ത് ചേട്ടന്മാർ വേറെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ആണുങ്ങൾ. അവർ ചൂണ്ടിയും പിടിച്ചുകൊണ്ടിരിക്കുന്ന, മനസ്സിലായല്ലോ. അങ്ങനെയുള്ള കുറേ കാട്ടുകോഴികളും ആണുങ്ങളുടെ ഇടയിലുണ്ട്. എല്ലാവരും അങ്ങനെയല്ല, അങ്ങനെയുള്ളവരും ഉണ്ട് എന്നുള്ളത് ആണുങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അവളങ്ങോട്ട് തനിച്ചായി പോകുന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. അവളെ ആശ്വസിപ്പിക്കാൻ നല്ലവരാണെങ്കിലും അല്ലെങ്കിലും ആളുകളുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ചിലപ്പോൾ നല്ല അർത്ഥത്തിലായിരിക്കും, ചിലപ്പോൾ ടൈം പാസിന് വേണ്ടി വരുന്നവരായിരിക്കാം. എന്തായാലും നമുക്ക് പണിയാണ്. 6ാമത്തെ കാരണം അല്ലെങ്കിൽ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യവും, അല്ലെങ്കിൽ ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം പോലും അവൾ മറന്നു കളയുന്ന ഒരു സാഹചര്യമുണ്ട്. പല പ്രധാനപ്പെട്ട ഡേറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പാസ്സായ എന്താ പറയുക എക്സാമിൻ്റെ കാര്യമായിരിക്കാം, നിങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ വാലൻറ്റൈൻസ് ഡേ ആയിരിക്കാം. അതുപോലും അങ്ങനെ പല പല കാര്യങ്ങളും, പല പല ഡേറ്റുകളും നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന വലുതും ചെറുതുമായിട്ടുള്ള പല കാര്യങ്ങളും അവൾക്ക് ഇനി ഒരു മാറ്ററേ അല്ല. അത് മറന്നുപോയ അവസ്ഥ. ഓർമ്മിപ്പിക്കുമ്പോൾ ഓ അങ്ങനെ ഉണ്ടില്ല, ആ ശരി ശരി ശരി, അത്രയേ ഉള്ളൂ അതിലും റിയാക്ഷൻ. നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആങ്സൈറ്റി എന്ന് പറയുന്ന സാധനം അസ്തമിച്ചു. ഇനി നിങ്ങളെന്ന് പറയണത് അവളെ സംബന്ധിച്ചിടത്തോളം ഒരു അപരിചിതൻ, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ വലിയ കഥയൊന്നുമില്ല. കാരണം അവൾ വിട്ടുപോയി. അതായത് ഇപ്പോൾ എങ്ങനെ പറയുക, ഇമോഷണൽ അറ്റൻഷൻ എന്ന് പറയില്ലേ, അവനെന്തായിരുന്നു, അല്ലെങ്കിൽ അവനെങ്ങനെയാണ്, അവനിപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുമോ, എൻ്റെ അടുത്ത് എന്തായിരുന്നു കമ്മ്യൂണിക്കേഷന് വരാത്ത, ഇപ്പോൾ ഒരു മെസ്സേജ് കാണുന്നില്ലല്ലോ, ഒരു വിളി വരുന്നില്ലല്ലോ, ആ ഒരു ഇമോഷണൽ അറ്റൻഷൻ എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടായി മാറി.
അതായത് നിങ്ങളുടെ വാക്കിന്, മെസ്സേജിന്, നിങ്ങളുടെ ഒരു ഫോൺ കോളിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നൊരു സമയത്ത് നിന്ന് അതിപ്പോൾ ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇമോഷണൽ അറ്റൻഷനൊക്കെ വളരെ കുറവ്, നിയർ ടു സീറോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പണ്ടൊക്കെ നീ ഓക്കെ ആണോ, നീ കുഴപ്പമൊന്നുമില്ലല്ലോ, ടെൻഷനൊന്നുമില്ലല്ലോ, നിനക്ക് ജോലിയൊക്കെ നന്നായിട്ട് പോകണില്ലേ, പല രീതിയിലും നമ്മളെ അടുത്തുനിന്ന് ഇമോഷണൽ ചെക്കിങ് നടത്തിയിരുന്ന ഒരു പെണ്ണായിരുന്നു. ഇപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ടെൻഷൻ അടിച്ചാൽ എന്ത്, നമ്മൾ ഓവർ ടൈം ജോലി ചെയ്താൽ എന്ത്, നമ്മൾ ഭക്ഷണം കഴിച്ചാൽ എന്ത്, കഴിച്ചില്ലെങ്കിൽ എന്താ, വീട്ടിലെത്തിയാൽ എന്ത്, എത്തിയില്ലെങ്കിൽ എന്ത്, ഒന്നും അവിടെ മാറ്റർ അല്ലാത്തൊരവസ്ഥ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇതൊക്കെ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നുമെങ്കിലും ഇതൊക്കെ വളരെ പവർഫുള്ളാണ് ഒരു ബന്ധത്തിൻ്റെ നടുക്ക് വരുന്ന സമയത്ത്. അത്ര ഈസി ആയിട്ട് തള്ളിക്കളയേണ്ട മുതലുകളല്ല ഈ പറഞ്ഞതൊക്കെ 3-4 കാര്യങ്ങൾ. 7ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇമോഷൻസ് എല്ലാം പണ്ട് ആർഗ്യുമെൻറ്റ്സ് ആയിരുന്നു. ഇപ്പോൾ ആർഗ്യുമെൻറ്റ്സ് പോലും ഇമോഷൻസ് അല്ല. അതിനൊന്നും ഒരു കാര്യമില്ല. പണ്ടൊക്കെ ഇമോഷണലായിട്ടുള്ള റിയാക്ഷൻ അവളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അവൾ ഒട്ടും നമ്മളുമായിട്ട് ഇമോഷണലല്ല. എന്നുവെച്ചാൽ അവൾ പണ്ട് കരയുമായിരുന്നു, ചിരിക്കുമായിരുന്നു, നമ്മൾ എന്തെങ്കിലും ഒന്നും വേദനിപ്പിക്കുന്ന കാര്യം പറഞ്ഞാൽ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആവുമായിരുന്നു, ഒരുപാട് തളർന്നു പോകുമായിരുന്നു. ഇപ്പോൾ ഒരു തേങ്ങയില്ല. അവൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്, ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പണ്ടൊക്കെ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനെങ്കിലും ആയിട്ട് വരുമായിരുന്നു. ഇപ്പോൾ അതുമില്ല. ആ പ്രശ്നം അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. അത് നേരെയാക്കണമെന്നുമില്ല. ഇപ്പോൾ എന്താ ചോദിക്കുകയാണെങ്കിൽ അവൾ വളരെ സമാധാനമായിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവൾക്ക് ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഒരു പ്രശ്നമേ അല്ല എന്ന് പറയുന്നൊരവസ്ഥയിലിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി എങ്ങാനോ റെസ്പോണ്ട് ചെയ്താൽ പോലും വളരെ ഷോർട്ടായിരിക്കും. ആ ശരി, ആ ഓക്കെ, ആ വിട്ടേക്ക്, ഇത്രേ ഉണ്ടാവുള്ളൂ. വളരെ ചെറുതായിരിക്കും റെസ്പോൺസ് എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണൽ കോൾഡ്നെസ്, മൊത്തത്തിൽ തണുത്തു പോയൊരവസ്ഥ. ഇമോഷണലി പ്രതികരിക്കേണ്ട സമയത്ത് പോലും നമുക്ക് ഇമോഷണലായിട്ട് തോന്നാത്ത ഒരവസ്ഥ. മൊത്തത്തിൽ ഇവിടെ ഏതോ ഒരു ലോകത്തെത്തിയ പോലുള്ളൊരവസ്ഥ, ഈ യൂണിവേഴ്സിലല്ലാതെ നമുക്ക് തോന്നിപ്പോകുന്നൊരവസ്ഥ. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൾ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളിൽ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇതൊന്നുമില്ല എന്നുള്ളത് അവരുടെ ഈ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, ഇത്രയും ലക്ഷണങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞ വീഡിയോയിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് വർത്തായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഗുണകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇതിനൊക്കെ ഡീപ്പായിട്ട് പഠിക്കാനുള്ള ഒരു കോഴ്സ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. നമ്മുടെ ചാനലിലല്ല, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്ക്. അതിനകത്തുള്ള ടീസർ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ടുള്ള ഒരുപാട് ലെസൺസ് വരുന്ന ഒരു കോഴ്സാണത്. എന്തായാലും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് ഉപകാരപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുകൊണ്ടു. 8ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ, നിങ്ങളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ചിട്ട് അവൾ ഇമാജിൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവളുടെ പെരുമാറ്റത്തിൽ നിന്നോ സംസാരത്തിൽ നിന്നോ മെസ്സേജ് അയക്കുന്നതിൽ നിന്നൊക്കെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ അവളുടെ ലൈഫിൽ ഒന്നുമല്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് മാറിപ്പോയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ബന്ധത്തിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ നടക്കുന്നതാണ്. അതിൻ്റെ ഇൻഡ്യ സ്റ്റേജിൽ നടക്കുമ്പോഴാണ് നമ്മളിതൊക്കെ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. പിന്നെയും നമ്മൾ അതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആ സമയം കടന്നു പോയിരിക്കുന്നു. നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കിട്ടുന്ന ആ നേരം അത് കടന്നുപോയി. അവളെ ഒരുപാട് ദൂരെ എത്തിക്കഴിഞ്ഞു. ചിലപ്പോൾ കൂടെ താമസിക്കുന്നുണ്ടായിരിക്കും, ഒരു ബെഡിൽ തന്നെ കടന്നുറങ്ങുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വീട്ടിലായിരിക്കും, 2 റൂമിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു നാട്ടിൽ തന്നെ ഇരിക്കുന്ന, അല്ലെങ്കിൽ തൊട്ടടുത്ത വീടുകളിൽ ഇരുന്ന് പ്രണയിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷെ ഒരുപാട് ദൂരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിൽ നിന്നുള്ള ഒരു ഇൻഡിപെൻഡൻസാണ് ഇനിയിപ്പോൾ അവൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് അവൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇത്രയും ലക്ഷണങ്ങൾ വരുന്നുണ്ടോ നോക്കുക. ആണെങ്കിൽ പിന്നെ പിന്നാലെ പോകണ്ട. നിങ്ങളെ വഴി നോക്കിപ്പോ. അത് ഏകദേശം തീരുമാനമായ അല്ലെങ്കിൽ അടഞ്ഞ അധ്യായവുമാണ്. ഇനി അവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ഇമോഷണൽ സ്ട്രെങ്ത്തൊക്കെ കളയേണ്ട കാര്യമുണ്ടോ? താടിയും മുടിയും ഒന്നും വളർത്തി നടക്കേണ്ട കാര്യമില്ല. അത് വിട്ടേക്ക്. അത് കയ്യിൽ നിന്ന് പോയി. പറയുന്നത് വളരെ ഈസി ആയിരിക്കും, പക്ഷെ വേറെ നമുക്ക് ഓപ്ഷൻസ് ഇല്ല, ചോയ്സസ് ഇല്ല. തിരിച്ച് കൊണ്ടുവന്നാലും ഒരുപാട് കാലം അല്ലെങ്കിൽ ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കുമോ? ഒരു ചാൻസും ഇല്ല. കാരണം ഒരു വട്ടം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് അവൾ. ഇനി പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറയുന്ന പോലെ തിരിച്ച് കൊണ്ടുവന്നാലും അത് നിലനിൽക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. സ്വാഭാവികമായിട്ട് നിലനിൽക്കുന്നതിൻ്റെ 1/3 സമയം മതി രണ്ടാമത്തതും അടിച്ചു പിരിയാനായിട്ട്. രണ്ടാമത്തെ ഒരു ചാൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഇട്ടിച്ച് പോകാനും അത്ര സമയം വേണ്ടു. ഒരു കാര്യം ആണുങ്ങൾ മനസ്സിലാക്കുക,
വളരെ റെയറായിട്ടാണ് സ്ത്രീകൾക്ക് എനിക്ക് മതി എന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുള്ളൂ. മെജോറിറ്റി സ്ത്രീകളും ഒരുപാട് ദിവസങ്ങളോളം ഒരുപാട് സമയമെടുത്ത് ആലോചിച്ചിട്ടാണ് ഈ പറയുന്ന സ്റ്റേജിലേക്ക് എത്തുന്നത്. അതിന് കാരണങ്ങൾ ചിലപ്പോൾ ആണുങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവൾക്ക് അവളുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടായിരിക്കാം. ഇത് ഒരു സുപ്രഭാതത്തിൽ നടക്കുന്ന കാര്യമല്ല എന്നാണ് പറയണത്. ആണുങ്ങൾക്ക് വേണമെങ്കിൽ തിരുത്തിയെടുക്കാം, മാറ്റിയെടുക്കാം, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ബന്ധത്തിനെ കൂടുതൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാം. ഇത്രയൊക്കെ ചെയ്യാനുള്ള ചാൻസസ് അവിടെ ഉണ്ട്, സാധ്യത ഉണ്ട്. പക്ഷേ ആണുങ്ങൾ ഇതൊക്കെ വിട്ടുകളയുന്നു, നെഗ്ലക്റ്റ് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് അവരെ ഇപ്പോൾ നടുത്തെരുവിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം.